ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയറും പപ്പായയും തോരനാണ്. ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇന്ന് നമ്മുടെ പപ്പായയും ചെറുപയറും തോരനാണ്. അതിനുള്ളത് ഇത്ര ചെറുപയറാണ് ഇടുന്നത്. ഇതൊന്ന് വേവിച്ചിട്ടാണ് ഇടുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിയോ നമ്മുടെ ചോപ്പ് ചെയ്യുകയോ ഏതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് തന്നെ വേവിക്കണം. അങ്ങനെയാണ് നമുക്കത് വേവിച്ചെടുക്കാം. ഇത് പപ്പായ, ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഇത് പപ്പായ എന്നും കപ്പയ്ക്ക എന്നും പറയും. നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിതിന് ഈ തോരന് വേണ്ടി ഒന്ന് അടിച്ചെടുക്കാം. അതിന് ഇവിടെ ഞാൻ ഒരു 3 വെളുത്തുള്ളി, കാരണം പയർ വേവിക്കുമ്പോൾ ഞാനൊരു 2 വെളുത്തുള്ളി ഇടാറുണ്ട്. അപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പകുതി തേങ്ങ ചേർക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എല്ലാ തോരനും കരിവേപ്പില ഉണ്ടെങ്കിൽ ഒരു മണവും ടേസ്റ്റും ഉണ്ടാവുള്ളേ. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരല്പം മുളക് പൊടി, 1/2 സ്പൂണ് വേണ്ട, ഇത്രയും മതി. തോരനെല്ലാം എരിവ് കുറവ് മതിയല്ലോ. പിന്നെ ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് ഉള്ളി വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതിയേ. ഇതിനെ നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ചീനിച്ചട്ടി വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാവേ. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവേ. ഈ തോരനെല്ലാം വെക്കുമ്പോൾ കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ തന്നെ ടേസ്റ്റ് ഉള്ളൂ. എന്നാലും അത് അധികം ഉപയോഗിച്ചു കൂടാത്തവർ കുറച്ചൊഴിക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു പകുതി സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞതിട്ട് കൊടുക്കാവേ. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം ആദ്യം. ഇതിൽ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഉപ്പ് എത്ര, ഞാൻ പയറിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ഇത്രയും ഇട്ടാൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് പപ്പായ അരിഞ്ഞതിട്ട് കൊടുക്കാവേ. പപ്പായ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അടിയിൽ ഉപ്പ് കിടക്കുവാണല്ലോ. ഇനി ഇങ്ങനെ തന്നെ ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും വേവിക്കണം. ഇപ്പോൾ നമ്മുടെ പപ്പായ ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അരപ്പ് നടുവിലാക്കി വെച്ചിട്ട് ഇതിനെ ഒന്നുകൂടി ഇങ്ങനെ കൂട്ടി വെച്ചാൽ നല്ല വേഗം ചൂടാവും. അരപ്പ് ചൂടായാലല്ലേ നമുക്ക് കിണ്ടി എടുക്കുമ്പോൾ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ കേട്ടപ്പോഴേക്കും ചെറുപയർ ആവശ്യത്തിന് വെന്തു. അപ്പോൾ നമുക്കിതിനെ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാവേ. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റ് ഇത് ഒന്ന് ചൂടാകണം. കാരണം നമ്മൾ ചെറുപയർ ഇപ്പോഴല്ലേ ചേർത്തത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാകണം. എന്നിട്ട് ഒരിക്കൽ കൂടെ ഇതിനെ ഒന്ന് ഇളക്കി ഓഫ് ചെയ്യാവേ.